ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറേ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, കുറേ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് സത്യഭാമ ഇഷ്യൂവിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട്. എന്താ സംസാരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു 3-4 വീഡിയോ ഈ പറയുന്ന റേസിസത്തിനെതിരെയും മാറ്റി നിർത്തലുകളിനെ കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സെയിം സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വിഷയം തൊടാതിരുന്നത്. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണല്ലേ? നിങ്ങളാണല്ലോ എനിക്ക് ഏറ്റവും വലുത്. അങ്ങനെയല്ല, സെക്കൻഡറി ആണ്. എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ള കുറച്ച് പേര് അവിടെ ഉണ്ട്. എന്നാൽ അവർ വന്ന് എൻ്റെ അടുത്ത് പറയും അപ്പം ഞങ്ങളല്ല വലുതെന്ന്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് ഭാമയിലേക്ക് വരാം നമുക്ക്. ഓക്കെ, സത്യഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അജ്ജി, അതായത് വല്യമ്മ, പിന്നെ പച്ച അപരാധം, തോന്നിയവാസം, തെണ്ടിത്തരം, പിന്നെ താന്തയില്ലായ്മയാണ് കാണിച്ചതെന്ന് ഞാൻ വന്ന് പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ചാലക്കുടിയിലുള്ള ഒരാൾ രാമകൃഷ്ണൻ IAS, നമ്മുടെ മരിച്ചുപോയ കലാഭവൻ മണിച്ചേട്ടൻ്റെ അനിയനാണ്. അപ്പം ഇവരെ ആളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം അവരെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അവരെ പേര് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡാൻസ് ഫോം, ഒരു ആൺകുട്ടി ഡാൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിലും അവർക്ക് സൗന്ദര്യം വേണം. ഇവനെ കാണാൻ വേണ്ടി കാക്കിനെ പോലെയാണ് ഇരിക്കുന്നത്, പെറ്റ തള്ള സഹിക്കില്ല, ആൻഡ് ഓൾ ദാറ്റ് റബിഷ് പറയുന്നുണ്ട്. വൈ? ബിക്കോസ് ഇവരുടെ സ്കിന്നിന്റെ കളർ കുറച്ച് വൈറ്റ് ആയതുകൊണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ആൾക്കാർക്ക് ഏകദേശം എല്ലാം മേക്കപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്നിട്ട് എനിക്കില്ലേ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാനുള്ളൂ, അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ ഈ എൻറ്റയർ ഇന്റർവ്യൂവിലാവട്ടെ, ന്യൂസ് ചാനലുകാർ പോകുമ്പോഴാവട്ടെ, ഷീ സെഡ് അവിടെ ഒരു കോളം ഉണ്ട്, സൗന്ദര്യത്തിനൊരു കോളം ഉണ്ട് മത്സരത്തിന് പോകുമ്പോൾ. എവിടെയാണ്? കലോത്സവത്തിന് ഇങ്ങനെ ഒരു കോളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകാർ ആരൊക്കെയാണോ അന്വേഷിക്കാൻ പറ്റുക അവരൊന്ന് അന്വേഷിക്കുക. കലോത്സവത്തിൽ അങ്ങനെ ഒരു കോളം മാർക്ക് ഇടുന്നതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്തു കളയണം. സൗന്ദര്യം എന്താണ് നിങ്ങൾ ഈ സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിറമാണോ? വെളുത്തിരിക്കണം എന്നാണോ? വെളുത്തിരുന്നവരൊക്കെ സൗന്ദര്യമുള്ളവരും അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ഉള്ളവരൊക്കെ സൗന്ദര്യമില്ലാത്തവരും അങ്ങനെയാണോ? നോ. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത കുട്ടികൾ ഡാൻസ് പഠിച്ചോട്ടെ, മത്സരത്തിന് ഇറങ്ങരുതെന്നാണ്. കളിച്ചോട്ടെ, വേണമെങ്കിൽ വല്ല പള്ളിയിലോ അമ്പലത്തിലോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കളിച്ചോട്ടെ. നിന്റെ ഔദാര്യമാണോ? അല്ലെങ്കിൽ നിന്റെ പെർമിഷൻ വേണോ പിള്ളേർക്ക് മത്സരത്തിന് പോകാൻ വേണ്ടി? നീ ആരാണ്? നീ അല്ല പിന്നെ നീ ആര്? ദൈവോ? കുട്ടികൾ ആര് മത്സരത്തിന് പോകണം, ഏത് സ്കിൻ കളറുള്ളവർ മത്സരത്തിന് പോകണം, ആൺകുട്ടികൾ പോകണം പെൺകുട്ടികൾ പോകണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഡാൻസർ മോഹിനിയാട്ടം കളിക്കുന്നു. മോഹിനിയായിട്ടുള്ളവർ ആൺകുട്ടികൾ കളിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അവർക്കൊരു ഫിഗർ വേണം, നിറം വേണം, അവർ മോഹിനികളെ പോലെ ആയിരിക്കണം. ഇയാൾ സ്കിൻ കളർ കുറച്ച് ചബ്ബിയാണ്, അപ്പം അതൊന്നും മോഹിനിയാട്ടത്തിന് ചേർന്ന് അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായില്ലേ? സത്യഭാമേ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷെ ഈ സ്ത്രീ റെസ്പെക്ട് ഒരിക്കലും അർഹിക്കുന്നില്ല. ഇവരെ ഞാൻ സത്യഭാമ അമ്മ എന്ന് വിളിക്കണോ? സത്യഭാമ ചേച്ചി എന്ന് വിളിക്കണോ? വല്യമ്മ എന്ന് വിളിക്കണോ? ഐ കാണ്ട്. ഇത്രയും വിഷം തുപ്പുന്ന ഇവളെ എങ്ങനെയാണ് നമ്മൾ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുക? നോ, ഐ കാണ്ട്. ഐ എം സോറി. ഓക്കെ, ദെൻ ഇത് കാണുന്ന ആൾക്കാരോടാണ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കുട്ടികളെ നിങ്ങളുടെ സ്കിൻ കളറും നിങ്ങളുടെ കഴിവുകളും, നിങ്ങൾക്ക് നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കളർ അതിനൊരു എഫക്റ്റ്. നോ, എല്ലാവരും സത്യഭാമയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും സത്യഭാമയല്ല. നിങ്ങളുടെ നിറം നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഈ വെളുത്തിട്ടുള്ള ആൾക്കാരൊക്കെ അടിപൊളി എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ കാണുന്നില്ലേ, ഞാൻ തീട്ടാണ്. മനസ്സിലായില്ലേ? എന്താ കളർ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. കളറിലൊന്നുമല്ല കാര്യം. ഇവർ ഈ വെളുപ്പ് കറുപ്പ് അവരുടെ ഉള്ളിൽ ഭയങ്കര കറുപ്പായിരിക്കും. നികൃഷ്ട ജീവികളായിരിക്കും ഇവര്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ അടിപൊളി. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. നിങ്ങളെന്നെ ആർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് പറയില്ല, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടിപൊളിയാണ്, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത് ഐ ലവ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എനിക്ക് എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിയുള്ളവർ നിങ്ങളുടെ കളറിന് എന്ത് പറയുന്നു, നിങ്ങളുടെ സ്ട്രക്ചർ എന്ത് പറയുന്നു, നിങ്ങളുടെ ഫേസിന് എന്ത് പറയുന്നു, നിങ്ങളുടെ മൂക്കിന് എന്ത് പറയുന്നു, നിങ്ങളുടെ കൈയിനെ കാലിന് എന്ത് പറയുന്നു,
നെവർ മൈൻഡ്, നെവർ ഗിവ് എ ഷിറ്റ്. ഈ ഈ ഈ പിന്നെ ഇവളെ സത്യഭാമേനെ കലാമണ്ഡലത്തിൽ നിന്നൊക്കെ പുറത്താക്കി എന്നൊക്കെ കേൾക്കുന്നു. ഐ എം വെരി ഹാപ്പി. പിന്നെ ഞാൻ ഒരു ഫാക്ട് പറയട്ടെ, നമ്മളിത് എത്ര സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതാവട്ടെ, അല്ലാത്തവരായിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന സാധനം കറുപ്പ് വെളുപ്പ് അതങ്ങോളം പോവും. ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല. നെവർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഒരാൾ കറുത്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അയിനി എന്ന് ചോദിക്കാനുള്ളൊരു മെന്റാലിറ്റി. നിങ്ങൾ സ്വയം സ്ട്രോങ് ആവുക. ഒരിക്കലും ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് പ്രശ്നം ഈ നമ്മൾ നിങ്ങളുടെ സ്കിൻ കളർ കുറച്ച് ഡാർക്ക് ആയിട്ടിരുന്ന എന്താ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. അതിനെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളുടെ കഴിവുകളുടെ മുകളിൽ നിങ്ങൾ ഈ നിറത്തിന് ഒരിക്കലും കൊണ്ടുവരരുത്. ഈ അമ്മ കൊണ്ടുവരുന്ന പോലെ ഈ പറയുന്ന എന്തെല്ലോ വായിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നുമല്ല. ഇത് ഈ പെണ്ണുങ്ങൾ എനിക്ക് തോന്നുന്നു വലിയ കോഴി തമ്പുരാന്റെ ഭാര്യ എങ്ങനെ ആയിരിക്കും. അപ്പം ഈ ജാതിയാണ് ഇവിടെ പ്രശ്നം. ഈ പറയുന്ന ആളുടെ നിറമോ അവരുടെ സ്ട്രക്ചറോ ഒന്നുമല്ല, ആ ആളുടെ ജാതിയാണ് ഈ തളക് പറ്റാത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ് ഇവരുടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ എന്തായാലും മുടി നരച്ചിട്ടുണ്ടാവും ഉറപ്പാണ്. നിങ്ങൾ ഡൈ ചെയ്യുന്ന എന്തിനാണ്? മുടിയും വെളുത്തിരിക്കട്ടെ, എന്തിനാണ് അത് ചെയ്യേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു, നിങ്ങൾ സർജറിയോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ലെൻസ് വെക്കുക കണ്ണിന്. കണ്ണ് കറുപ്പാണ് നിങ്ങളുടെ, കണ്ണ് മാറ്റണം, അത് വെളുത്തിരിക്കട്ടെ. കേസൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഐ എം ഹാപ്പി ദാറ്റ്. എന്നിട്ടും ഇവർക്ക് ഒരു ഉളുപ്പും ഉസുറും പുളിയും ഇല്ല, ഒരു നാണക്കേടും ഇല്ല. ഇവർ പിന്നെയും പറയുന്നത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അതങ്ങനെയാണല്ലോ അല്ലെ, വളർന്നു വന്നത് അങ്ങനെ ആവുന്ന സമയത്ത് അതുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ, അതിന്റെ വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ കാണുന്ന ആൾക്കാരോടാണ് ഒരിക്കൽ പോലും ഒരാളെയും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. ഞാൻ മെട്രാക്സിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇതുപോലെ നിറത്തിന്റെ പേരിൽ ഒരാളെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. ഐ ഡോണ്ട് നോ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇവരൊന്നും മൈൻഡ് നിങ്ങളില്ലേ അങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന സമയത്ത് നിങ്ങൾ ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഒരിക്കലും അങ്ങനെ ഡൗൺ ആവാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഇത് നമ്മൾ എത്ര ഫൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ സ്ട്രോങ് ആയേ പറ്റുള്ളൂ. ഇത് മാറാൻ വേണ്ടി പോകുന്നില്ല, ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ ഈ ഡാൻസ് കളിക്കുമ്പോൾ എന്തിനാണ് മേക്കപ്പ് യൂസ് ചെയ്യുന്നത്? കറുത്ത ആളാവട്ടെ വെളുത്ത ആളാവട്ടെ എന്തിനു മേക്കപ്പ് യൂസ് ചെയ്യുന്നുള്ള അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത് എക്സ്പ്രഷൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസിന്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള ഐബ്രോ ഉണ്ടല്ലോ, ഇത് നമ്മളൊരു ഗമ്മ് വെച്ച് മറച്ചിട്ട് അതിന് മുകളിൽ കൂടിയാണ് ഇവര് ഇത് എഴുതുക. അപ്പൊ നമ്മൾ കണ്ണിലൊക്കെ ഒന്ന് ലാഷസും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മസ്കാരയും കണ്ണൊക്കെ ഒന്ന് എഴുതുന്ന സമയത്ത് കണ്ണ് കുറച്ചും കൂടി വിടർന്നു നിൽക്കും. അപ്പൊ നമ്മൾ കണ്ണിൽ കൂടി ഇടുന്ന നമ്മുടെ എക്സ്പ്രഷൻസ് ഉണ്ടാവുമല്ലോ, ഹാസ്യം അതോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ട് കാണും എന്നുള്ളത് കൊണ്ടാണ് മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള 108 സത്യഭാമന്മാർ ഇനിയും വരും, ഇപ്പോഴും നമ്മളെ ഇടയിലുണ്ട്. മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. എത്രയോ ഞാൻ ചിന്തിക്കുന്നത് എത്ര ഇടി വെറുതെ പോന്നൂലേ.